അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉഹദ് യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്. ബദറിലേറ്റ പരാജയം ഖുറൈശികളെ ഏറെ ദുഃഖിപ്പിച്ചു. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട പല നേതാക്കന്മാരുടെയും വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഈയൊരു കാലഘട്ടത്തിൽ ജാഹിലിയ്യത്തിന്റെ പ്രതികാരാഗ്നി അവരുടെ ഉള്ളിൽ ആളിക്കത്തി. മുഹമ്മദിനും അനുയായികൾക്കുമെതിരെ എത്രയും വേഗം പ്രതികാരം ചെയ്യണമെന്ന് അവർ ഗൗരവമായി തീരുമാനിച്ചു. ഷാമിൽ നിന്നും വന്ന കച്ചവട സംഘങ്ങളിൽ ഷെയറുണ്ടായവരിൽ നിന്നും യുദ്ധ ആവശ്യങ്ങൾക്കായി വലിയൊരു സംഖ്യ ഓഫർ ചോദിച്ചു. ബദറിൽ നേരിട്ട പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ എന്തുതന്നെ ചിലവഴിക്കാനും അവർ സന്നദ്ധരായിരുന്നു. ഇതോടെ മക്കയിൽ പുതിയൊരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങി. ബദറിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്ന കുടുംബങ്ങളെല്ലാം ഒരുമിച്ചു കൂടി പ്രതികാര യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ആരംഭിച്ചു. ജനങ്ങളെ യുദ്ധസന്നദ്ധരായി മാറ്റുവാൻ കുറച്ച് കവികളെയും സ്ത്രീകളെയും ഇതിനു പിന്നിൽ നിർത്തി. ഹിജ്റ വർഷം 3 ശവ്വാൽ 15 ഒരു വൻ സൈന്യത്തിന്റെ അകമ്പടിയോടെ ഉഹദ് ലക്ഷ്യമാക്കി അവർ സഞ്ചരിച്ചു. 3000-ഓളം വരുന്നതായിരുന്നു അവരുടെ സൈന്യം. ആവശ്യത്തിലുമധികം ഒട്ടകങ്ങളും കുതിരകളും യുദ്ധസന്നാഹങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ തീരുമാനം ഖുറൈശികൾ പ്രതികാരത്തോടെ മദീന ലക്ഷ്യമാക്കി. പുറപ്പെട്ട വിവരം പ്രവാചകന് ലഭിച്ചു. ഈയൊരു നിർണായക ഘട്ടത്തിൽ മദീന വിട്ട് പുറത്തിറങ്ങേണ്ടതില്ല എന്നും അവർ ഉള്ളിൽ പ്രവേശിക്കുന്ന പക്ഷം അവിടെ വെച്ച് അവരുമായി യുദ്ധം ചെയ്യാം എന്നായിരുന്നു പ്രവാചകൻ വിചാരിച്ചിരുന്നത്. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ബിൻ ഉബയ്യും ഇത് അംഗീകരിച്ചു. പ്രവാചകൻ സ്വഹാബി പ്രമുഖരെ വിളിച്ചു വരുത്തി ഈ വിഷയവുമായി ചർച്ച നടത്തി. പലരും പ്രവാചകരുടെ അഭിപ്രായത്തോട് യോജിച്ചു. എന്നാൽ ബദറിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കാത്തവർ ഇതിന് യോജിച്ചില്ല. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ കൈവന്ന അവസരം നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാൻ അവർ ശ്രദ്ധിച്ചു. നാം ഭീരുക്കളായി ഇവിടെ നിൽക്കേണ്ടതില്ല എന്നും ധീരതയോടെ മദീനയ്ക്ക് പുറത്തു നിന്ന് യുദ്ധം ചെയ്യാം എന്നും അവർ പറഞ്ഞു. അവസാനം പ്രവാചകൻ അത് അംഗീകരിച്ചു. 1000-ഓളം വരുന്ന ഭടന്മാരുമായി അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. ഉഹദിനടുത്തെത്തിയപ്പോൾ മുനാഫിക്കായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് തന്റെ അനുയായികളുമായി യുദ്ധത്തിൽ നിന്നും പിന്മാറി. 300-ഓളം ആളുകൾ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞുപോയി. യുദ്ധമുഖത്ത് പ്രവാചകനും സൈന്യങ്ങളും ഉഹദിലെത്തി. മദീനയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മലഞ്ചെരുവിലായിരുന്നു ഉഹദ്. തന്റെ കൽപ്പന വരുന്നതുവരെ ആരും തന്നെ യുദ്ധത്തിനിറങ്ങരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ശേഷം സൈന്യത്തെ സജ്ജീകരിക്കുവാൻ തുടങ്ങി. അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ മലമുകളിൽ നിയോഗിച്ചു. അബ്ദുല്ലാഹി ബിൻ ജുബൈറിനെ അവരുടെ നേതാവാക്കി. യുദ്ധസന്നാഹം വരെ മലമുകളിൽ ഉറച്ചു നിൽക്കണമെന്നും മുസ്ലിങ്ങൾ ഗനീമത്ത് മുതലുകൾ ഒരുമിച്ചു കൂട്ടുന്നത് കണ്ടാൽ പോലും ഇറങ്ങി വരരുത് എന്ന് അവരോട് പ്രത്യേകം ഉപദേശിച്ചു. മലക്ക് പിൻവശത്തു കൂടി ശത്രുക്കൾ കടന്നാക്രമിക്കുന്നതിനെ തടയുവാനായിരുന്നു ഇത്രയും ഊന്നി പ്രവാചകൻ അവരോട് പറഞ്ഞത്. ശേഷം പടയങ്കി ധരിക്കുകയും 700-ൽ താഴെ മാത്രം വരുന്ന സൈന്യവുമായി യുദ്ധത്തിനിറങ്ങുകയും ചെയ്തു. മുസ്അബ് ബിൻ ഉമൈറായിരുന്നു പതാക നയിച്ചിരുന്നത്. അഹങ്കാരത്തിന്റെ വൻ മേളയോടുകൂടെയായിരുന്നു ഖുറൈശികളുടെ പുറപ്പാട്. കവികളും സ്ത്രീകളും ഭടന്മാരിൽ യുദ്ധോത്സുകത വർദ്ധിപ്പിക്കുവാൻ ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ബദറിൽ വധിക്കപ്പെട്ട പിതാവ് ഉത്ബയുടെ പ്രതികാരം ചോദിക്കുവാനായിരുന്നു ഹിന്ദ് എത്തിയിരുന്നത്. അങ്ങനെ ആരവങ്ങൾക്കും അട്ടഹാസങ്ങൾക്കുമിടയിൽ യുദ്ധം ആരംഭിച്ചു. സത്യവും അസത്യവും രണഭൂമിയിൽ അടരാടാൻ തുടങ്ങി. പലരും മരിച്ചു വീണു, പലരും ജീവനും കൊണ്ടോടി. ഉബൈർ ബിൻ മുത്ഇമിന്റെ അടിമ വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ ഉന്നം നോക്കി നിൽക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചാൽ അദ്ദേഹത്തിന് മോചനം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദ് അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ വഹ്ശിയുടെ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തുളച്ചുകയറി. അദ്ദേഹം രക്തസാക്ഷിയായി. തുടക്കത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തായിരുന്നു വിജയസാധ്യത. അവരുടെ ധീരമായ മുന്നേറ്റത്തിനിടയിൽ തുടക്കത്തിൽ തന്നെ എതിർപക്ഷത്തു നിന്നും
11ഓളം ആളുകളെ വധിക്കപ്പെട്ടു. ഇത് കണ്ട് ഭയന്ന ശത്രുക്കൾ പിന്തിരിഞ്ഞോടുവാൻ തുടങ്ങി. ഇത് കണ്ട് മുസ്ലിങ്ങൾ വിജയം ഉറപ്പിക്കുകയും ഗനീമത്ത് മുതലുകൾ ശേഖരിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട മലമുകളിലെ അമ്പെഴുത്തുകാർ താഴെയിറങ്ങി. അബ്ദുല്ലാഹിബ്നു ജുബൈർ പ്രവാചകന്റെ നിർദ്ദേശം അവരെ ഓർമ്മിപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഈയൊരു അവസരം ശത്രുക്കൾ ശരിക്കും മുതലെടുത്തു. എല്ലാവരും താഴെയിറങ്ങിയ തക്കം നോക്കി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു കുതിരപ്പട മലക്കു എതിർവശത്ത് കൂടി തിരിച്ചുവന്നു. മുസ്ലിങ്ങൾക്കെതിരെ അവർ അമ്പെഴുത്തിലൂടെ ശക്തമായി പോരാടി. ഓർക്കാപ്പുറത്ത് വന്ന ആക്രമണം മുസ്ലിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ ആയില്ല. അവർ 4 ഭാഗത്തേക്കും ചിതറിയോടി. ഒന്നും തിരിച്ചറിയുവാൻ ആവാതെ അവർ പരസ്പരം പോരാടി. അതിലൂടെ പലരെയും വധിക്കപ്പെട്ടു. ധ്വജവാഹകനായ മുസ്അബ് ബിൻ ഉമൈറും രക്തസാക്ഷിയായി. മുഹമ്മദിനെ വധിക്കപ്പെട്ടു എന്നൊരാക്രോശം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഇത് കേട്ട മുസ്ലിങ്ങൾ അമ്പരന്നു. പ്രവാചകൻ രണഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സംഘട്ടനത്തിൽ പ്രവാചകന്റെ മുൻപല്ല് പൊട്ടുകയും മുഖത്തിനും മറ്റും മുറിവുകൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ യുദ്ധമുഖം വീണ്ടെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് ഫലം ഉണ്ടായില്ല. പലരും ചിതറിയോടി. ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രമേ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിൽ പ്രവാചക കരങ്ങളാൽ ഉബയ്യ് ബിൻ ഖലഫും വധിക്കപ്പെട്ടു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമായിരുന്നു ഉഹദ് യുദ്ധം. ആദ്യം വൻ വിജയമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും പിന്നീട് അവർ പ്രവാചകന്റെ കൽപ്പന മാനിക്കാതെ മുകളിലുണ്ടായിരുന്നവർ താഴെയിറങ്ങിയത് മുസ്ലിങ്ങൾക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. മുസ്ലിം പക്ഷത്തു നിന്നും 70ഓളം ആളുകളെ വധിക്കപ്പെട്ടു. 150-ലേറെ പേർക്ക് പരിക്ക് പറ്റി. 23 പേർ മാത്രമാണ് ശത്രുപക്ഷത്തു നിന്നും വധിക്കപ്പെട്ടത്. ഹംസ റളിയല്ലാഹു അൻഹു അടക്കം പല മുസ്ലിങ്ങളും ഉഹദ് യുദ്ധത്തിൽ നഷ്ടപ്പെടുകയായിരുന്നു. യുദ്ധത്തിൽ വധിക്കപ്പെട്ടവരെ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവിടെ തന്നെ മറവ് ചെയ്തു. ശേഷം അവരെല്ലാവരും മദീനയിലേക്ക് തിരിച്ചു. ശവ്വാൽ 7 ശനിയാഴ്ച വൈകുന്നേരം അവർ മദീനയിലെത്തി. ഇതാണ് ഉഹദ് യുദ്ധത്തിന്റെ ചുരുക്കം ചരിത്രകഥ.